हेलो गाइस, का स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए रेखा चित्र मूवी के सीन 3 का रिएक्शन। और लास्ट सीन में हमने देखा कि भाई पूरी इन्वेस्टिगेशन चल रही है, बट अभी समझ नहीं आ रहा बिकॉज वहाँ पे जो मेन अंकल थे जिनका ऐसा लग रहा था कि उनकी बेटी थी, उनकी वहाँ पे एकदम से मतलब हत्या हुई है या मौत होगी, अब क्या बोले समझ नहीं आ रहा। सच में ये बहुत बड़ी मिस्ट्री हो गई है बिकॉज ऑफ कोर्स वो उनकी उम्र तो हो ही गई थी, पर एकदम से उनके मिलने के बाद एंड द थिंग इज कि वो चीज़ें मैच भी नहीं हो रही थी, वो भी एक अलग ही क्वेश्चन है। तो देखते हैं, अब डीएनए मैच नहीं हुआ है तो देखते हैं क्या होता है। तो आप भी देखो, हम भी देखते हैं। लेट्स स्टार्ट। इनमें से कौन सी लड़की है? സാറേ, ഈ പെൺകുട്ടിയെ കാണാതായെന്ന് പറയുന്ന കേസിൽ പെൺകുട്ടി തട്ടിപ്പ് നടത്തി മുങ്ങിയ കേസും പെടും. ओ, बोला था ना काम आएगी ये चीज। और केसेस इसमें लड़की भाग गई है। വിവേക്, താൻ ഇന്നലെ മെമ്മോയെ കുറിച്ച് ഫോണിൽ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായില്ല. ഇന്നലെ 83-85 കാലത്തെ ക്രൈം മെമ്മോ രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ തൃശൂർ നഗര സ്റ്റേഷൻ അയച്ച രജിസ്റ്ററിൽ ഒരു മിസ്സിംഗ് കേസിന്റെ മെമ്മോ ഉണ്ട്. അത് ഇവിടെ നിന്ന് അയച്ചാണ് 1985. ആ എഫ്ഐആറിൽ ചാർജ് ചെയ്തിരിക്കുന്ന വകുപ്പിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഒരു പെൺകുട്ടിയുടെ തിരോധാനത്തിൽ അതേ പെൺകുട്ടിയെ തന്നെ പ്രതിയാക്കിയാണ് കേസ്. വിശ്വാസവഞ്ചനയും തട്ടിപ്പൊക്കെയാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. എന്നാ പിന്നെ കൈയോടെ നോക്കിയേക്കാം. हाँ, क्योंकि उस लड़की ने कुछ तो किया होगा ना, तभी उसको मारा होगा। या तो उसको कुछ पता लग गया हो इसलिए भी मार सकते हैं ना। हाँ, पर नहीं, यहाँ पे तो उस पे केस हुआ है कि वो फ्रॉड करके भागी थी। अब वो किससे फ्रॉड करके भागी है, सब पकड़ी गई। ഇതുണ്ടോ? ഇതൊരു പെൺകുട്ടിക്കെതിരെ ചന്ദ്രപ്പൻ എന്നയാളെ കൊടുത്ത കേസാണ്. പക്ഷെ എഫ്ഐആറിലെ ഡീറ്റെയിൽസ് ഒന്നും വായിക്കാൻ പറ്റുന്നില്ല. ചന്ദ്രപ്പൻ, പാലത്തറ, പൂച്ചാക്കൽ. പെൺകുട്ടി മുങ്ങിയാലും അതൊരു തിരോധാനമാണല്ലോ ജോൺ സാറേ. അതെ സാർ. എന്നാലും നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. ശരി. ഇപ്പോൾ ഈ അഡ്രസ്സിൽ കത്തൊന്നും വരാറില്ല സാറേ. അവസാനം വന്നൊരു രജിസ്റ്റേർഡാ, വാങ്ങിക്കാൻ ആളില്ലാത്തതുകൊണ്ട് അത് തിരികെ പോയി. ഏതോ സിനിമാ സംഘടനയെന്നാ, FK എന്തോ പറ്റും. फिल्म यूनियन तो एक्टिंग पसंद थी। ചന്ദ്രപ്പനല്ലേ പുള്ളി അന്ന് 1-2 സിനിമകൾ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അതിലെന്തോ ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടാവുകയും സംഘടനയിൽ നിന്നൊരു രജിസ്റ്റേർഡ് കത്ത് അയക്കുകയും ചെയ്തു. അത് വേറൊന്നുമല്ല, സംഘടനയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ളതായിരുന്നു. പക്ഷെ ആ കത്ത് മടങ്ങി വന്നു. ആളുടെ പുതിയ അഡ്രസ്സ് പിന്നെ ഞങ്ങൾ തപ്പി പിടിച്ചിട്ടാണ് വീണ്ടും കത്ത് അയച്ചത്. ആ അഡ്രസ്സ് ഇവിടെ ഉണ്ട്. പിന്നെ പുള്ളിയെ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ ഒരു കുപ്പിയും വാങ്ങി അങ്ങ് പോയാൽ മതി സാറേ. അല്ലാതെ പോലീസാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അഡ്രസ്സ് ഞാൻ അയച്ചേക്കാം. शराब की बोतल लेके जाना पड़ेगा और ले भी गए। ഇതല്ലേ ഇവിടെ അവനെ സാധ്യത. എന്താ ചന്ദ്രപ്പനല്ലേ? गिफ्ट तोहफा। ഒരു കാലത്ത് മലയാള സിനിമ ചലിക്കണമെങ്കിൽ ചന്ദ്രപ്പൻ വേണമായിരുന്നു സാറേ. ओहो, ऐसा क्या था? ഞാൻ കൊടുത്തോണ്ടിരുന്ന പിള്ളേരെ കൊണ്ടാ പപ്പേട്ടനും ഭരതേട്ടനും ശശി സാറും ഒക്കെ സ്ക്രീൻ നിറച്ചോണ്ടിരുന്നത്. ചേട്ടൻ ഈ ചാലക്കുടി സ്റ്റേഷനിൽ 1985 ഒരു പെൺകുട്ടിയെ കാണാനില്ല, പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞൊരു പരാതി കൊടുത്തില്ലായിരുന്നു? അത് ഓർമ്മയുണ്ട്. എനിക്കൊരു ഓർമ്മക്കുറവില്ല സാറേ. എനിക്കിട്ട് പണിത് ആരെയും ഞാൻ മറക്കത്തില്ല. എല്ലാം ഇന്നലെ നടന്ന പോലെ ഓർമ്മയുണ്ട്. बताओ फिर। എന്നാ ചേട്ടൻ ആ കഥയൊന്ന് പറയാമോ? ഒരു കാര്യം ഉണ്ടായിരുന്നേ. ओके तो वो जाके Active हो गए एकदम। अरे पहले लगा मेरे से बात करने आए हैं, क्या बात करेंगे ये लोग।
अभी देखना कैसे इंटरेस्ट देता है बातों हाँ। में। ओ पहले ഓ इनको ഞങ്ങൾ പകലടി ഇല്ലേ नहीं, नहीं, आप ही आप तुमको कोई रात बच्चे को में कहते हैं ना तू खा तू खा। कोई मिक्सिंग मुक्सिंग कुछ ये नहीं। नीट पी रहा है भाई, धुआं नहीं निकल रहा कान में से। എൻ്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതിയല്ലോ സാറേ. ഒരു ദിവസം ഒരു പെണ്ണെൻ്റെ അടുത്ത് ഓടിക്കൊണ്ടുവന്ന് മമ്മൂട്ടിയുടെ നായിക मम्मूटी की हीरोइन वाह। ഞാൻ പറഞ്ഞു എൻ്റെ കൊച്ചെ, ഞാൻ വിചാരിച്ചാൽ നടപ്പുള്ള കാര്യമേ അല്ല. ആ സമയത്ത് ഭരതേട്ടൻ്റെ കാതോട് കാതോരത്തിൻ്റെ ഷൂട്ടിങ് അതിരപ്പള്ളി മലക്കപ്പാറ ഭാഗത്ത് നടക്കുകയായിരുന്നു. जो लड़की देखनी है जल्दी से। ഒരു പാട്ട് സീനിൽ മമ്മൂട്ടിയുടെ പുറകെ നിൽക്കാൻ ഐശ്വര്യമുള്ള 5-6 പെമ്പുള്ളരെ വേണമെന്ന് ഭരതേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ठीक है। ഞാനിവിടുന്ന് 10-30 പെമ്പുള്ളരെയും കൊണ്ട് അങ്ങോട്ട് പോയി. ओके। ആ കൂട്ടത്തിൽ ഇവളും ഉണ്ടായിരുന്നു സാറേ. ये रही। एंकलेट्स अभी भी पहने हुए हैं। ഒരു ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ അവള് മുങ്ങി. हाँ, അതും പകുതി പാട്ട് കഴിഞ്ഞപ്പോൾ. हाफ द सॉन्ग। ഇന്നത്തെ പോലെയല്ല. ഓ. അന്നൊരു ജൂനിയർ ആർട്ടിസ്റ്റ് വേണമെങ്കിൽ മദ്രാസിലോ കൊച്ചിയിലോ ओ പോകണം. क्यों केरला में नहीं അടുത്ത मिलते थे? ദിവസം ഇവളില്ലാത്തോണ്ട് ഷൂട്ടിംഗ് മുടങ്ങി. ഭരതേട്ട ഇനി എന്നെ വിളിക്കാത്ത തെറിയൊന്നുമില്ല. അന്നൊക്കെ ഒരു ദിവസം ഷൂട്ടിംഗ് മുടങ്ങിയ बहुत बड़ी മദ്രാസിൽ നിന്ന് ഫൈനാൻസ് മാനേജർ വിളിക്കും. ഓഡിറ്റർ എങ്ങാനും ചോദിച്ചാൽ ജൂനിയർ ആർട്ടിസ്റ്റ് മുങ്ങിയതിന് ബലം കിട്ടാൻ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടേക്കാൻ കൺട്രോളർ പറഞ്ഞു. അങ്ങനെ ഞാൻ ചാലക്കുടി സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്തു. അന്ന് ഈ കഥയൊക്കെ കേട്ട പോലീസുകാരൻ എന്തോ തട്ടിപ്പിന്റെ വകുപ്പൊക്കെ ഇട്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ओ ये वो गल नहीं है। അവളെ പിന്നെ ഒരുപാട് കാലം ഞാൻ സിനിമയിലൊക്കെ തിരഞ്ഞു സാറേ. എവിടെയെങ്കിലും വെച്ച് കണ്ടെങ്കിലെന്ന് പറയാൻ കണ്ടില്ല. പക്ഷെ അവളെ പേര് ഞാൻ ഒരിക്കലും മറക്കൂല സാറേ. क्या? രേഖ. रेखा, रेखा चित्रम। हाँ वही लड़की है ये। ചേട്ടാ ആ കുട്ടിയുടെ നാടോ വീടോ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല, പേര് മാത്രമേ ഓർമ്മയുള്ളൂ. ചേട്ടാ, ഈ രേഖയുടെ കൂടെ വന്ന മറ്റേതെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റുകളെ ചേട്ടന് ഓർമ്മയുണ്ടോ? ഞങ്ങൾക്ക് ആ വഴിക്കൊന്ന് അന്വേഷിക്കാനായിരുന്നു. ചേട്ടൻ രേഖയുടെ മുഖം ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? ആ, അതിനിപ്പോ എന്നാ, കഴിഞ്ഞ ആഴ്ചയോടെ കണ്ട മുഖമല്ലേ? इवन लास्ट वीक। क्या? കഴിഞ്ഞ ആഴ്ച ആ ആ പാട്ടിലെ ഒരു ഷോട്ടിൽ അവൾ ഇപ്പോഴും ഉണ്ട്. वो सॉन्ग में दिखता है, ഏത് പാട്ടില്? वही वाला जो सॉन्ग और आधा शूट में दिखता होगा। ദാ, 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 ആ കുട്ടി ആ നിൽക്കുന്നു. Which one? वो लग One behind Lizzie। कौन सी भैया? कितनी लड़कियां थी? लिजी कौन है हमें क्या पता? मुझे लग रहा है वो नन थी ना उसके पीछे। ये സിസ്റ്റർമാരാകാനുള്ള ആദ്യം റെഡിയായിക്കോണേ. ചന്ദ്രചേട്ടാ, എനിക്ക് ഡയലോഗ് ഉള്ള റോളാണോ? ഡയലോഗില്ല, थी डांस। പക്ഷെ പാട്ടിന്റെ ക്ലോസിൽ വരും, പാടി അഭിനയിക്കാം. അതും മമ്മൂട്ടിക്കൊപ്പം പോരെ. അല്ല, ചേട്ടാ ചേട്ടാ ഡയലോഗ് ഉണ്ടായിരുന്നേ നന്നായേനെ. स्टार्टिंग में इतना बहुत है। വന്നവരെല്ലാരും ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കാൻ ഇറങ്ങി തിരിച്ചവരാ. സിനിമ ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടാവും. സിനിമയിൽ ഒരിക്കൽ മുഖം കാണിച്ചാൽ മതി, പിന്നെ അത് ചരിത്രമാണ്. हाँ। മോക്ക് വേണ്ടി സിനിമ കരുതി വെച്ചത് കാലം എത്ര കടന്നുപോയാലും അതവിടെ ഉണ്ടാവും. जिंदगी भर रहेगा, एक बार तुम मूवी में आ गए तो। സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കമല, കന്യാസ്ത്രീ വേഷം ചെയ്യാൻ വന്ന കുട്ടികളാണ്. കോസ്റ്റ്യൂം കൊടുക്കാറായോ? ആയി, ഇവരുടെ കോസ്റ്റ്യൂമൊക്കെ ഫിറ്റ് ആണോ നോക്കിക്കോ. ആ വരും. ये लड़की क्या सोच रही है? ഇത് പിടിക്ക്. उसको लगता है लीड रोल चाहिए। പിടിക്ക്. नन नन बनेगी। माय गॉड, ये होता था चेंजिंग रूम। क्या पॉइंट? अच्छा, लड़कियां एक दूसरे को देख पाएंगी। बाहर तो कोई पर चलो वो तो एक चलता है, जैसे लड़कों में चलता है। वो भाई कपड़ा कितना चेंज करवा देता है एक इंसान को। इतनी सिंपल और सोबर लग रही है। कोई नाम लग ही रही है, उन्हें शूटिंग का फील ही अच्छा लग रहा है। हाँ, तो वो है नहीं, इधर ही खड़ी है।
रेखा चित्रम. Oh, wow. ബാക്കിയുള്ള മിസ്സിംഗ് കേസുകളിൽ നിന്ന് ഈ രേഖയുടെ കേസിന് എന്താണ് ഇത്ര പെക്യുലാരിറ്റി? നമ്മൾ ഇതുവരെ പരിശോധിച്ച കേസുകളിൽ ഈ സ്കെൽറ്റൺ കിട്ടിയ സ്പോട്ടിന്റെ ഏറ്റവും അടുത്ത് നിന്ന് കാണാതായ പെൺകുട്ടി ഇതാണ് സർ. നമുക്ക് ആ ഇമേജിലെ ശിരോവസ്ത്രമൊക്കെ ഒന്ന് മാറ്റി റീവർക്ക് ചെയ്ത് പുറത്തുവിട്ടാലോ? നോക്കാം. എന്തായാലും റീവർക്ക് ചെയ്ത് വെച്ചു, പക്ഷെ ഉടനെ പുറത്തു വിടണ്ട. നമ്മുടെ കപ്പാസിറ്റിയിൽ എല്ലാ രീതിയിലും അന്വേഷിച്ചതിന് ശേഷം മാത്രം നമുക്ക് തീരുമാനിക്കാം. പുറത്തു വിട്ടാൽ അറിയാലോ, ആക്ടർ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ച ദിവസമാണ് ആ പെൺകുട്ടി മിസ്സായിരിക്കുന്നത്. ഇറ്റ്സ് വെരി സെൻസിറ്റീവ്. ഈ രാജേന്ദ്രൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ അയാൾക്ക് വന്ന കോളുകളിൽ ഒരു നമ്പർ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. ആ നമ്പറിന്റെ ഡീറ്റെയിൽസ് ഇന്ന് സൈബർ സെല്ലിൽ നിന്ന് കിട്ടി. കഴിഞ്ഞ ഒരു വർഷമായിട്ട് അയാളെ വിളിക്കാൻ മാത്രമേ ആ സിം ഉപയോഗിച്ചിട്ടുള്ളൂ. സർ, പഴയൊരു നോക്കിയ N73 മോഡൽ ഫോണിലിട്ടാണ് ഈ സിം ഉപയോഗിച്ചിട്ടുള്ളത്. IMEI നമ്പർ പരിശോധിച്ചപ്പോൾ ആ ഫോണിൽ അതുവരെ ഉപയോഗിച്ചിട്ടുള്ള സിം കാർഡ്സിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഈ സിം കാർഡ്സിൽ കൂടുതലും ആലപ്പുഴ ജില്ലയിലുള്ള അഡ്രസ്സുകളിലാണ്. സെക്കൻഡ് ഹാൻഡ് ഫോൺ വിൽക്കുന്ന കട അന്വേഷിച്ച ആളെ കിട്ടും സർ. चालू इन्वेस्टिगेशन. बढ़िया बना लिया नहीं स्केच. पर यह है कि ये तो बस फोटो रियल ही थी. ഇതാണ് സാറേ ഞാൻ. രേഖയെ പറ്റി കൂടുതലൊന്നും എനിക്ക് അറിയില്ല, പക്ഷെ അന്ന് ഷൂട്ട് കഴിഞ്ഞ് റൂമിലേക്ക് പോയ വണ്ടിയിൽ അവളുണ്ടായിരുന്നു. आफ्टर द शूट में ही नहीं थी वो. मतलब शूट तो कंप्लीट किया क्या? हाँ, एक दिन शूट किया पर उसके बाद ये लोग रूम में गए, तब भी साथ नहीं गई थी. किडनैप तो नहीं हो गई कहीं? वही है. യെസ്. ഓക്കെ. ഈ പെണ്ണിനെയാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സൈബർ സെല്ലിൽ നിന്ന് കിട്ടിയതാ. इसकी शक्ल में दिखा. बहुत अच्छे से जानते हैं ऐसा लग रहा है. यही है लड़की. ജാക്ക്പോട്ട്. ഹലോ. മൊബൈൽ വാങ്ങിച്ചവനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സർ. അവന്റെ പേര് സജീവൻ എന്നാണ്. ഈ രാജേന്ദ്രൻ മരിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് ഇലഞ്ഞിത്തറയിൽ ഒരു കടയിൽ നിന്നാണ് അവൻ ഫോൺ വാങ്ങിച്ചത്. CCTV ഫുട്ടേജ് ഞാൻ അയച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്യാം. ओहो, ऐसे नहीं करो. कोची. സെവൻ ആർട്സിൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷനായിരുന്നു സാർ കാതോട് കാതോരം. നിങ്ങൾ ഈ പറഞ്ഞ പാട്ടിൻ്റെ ലൊക്കേഷൻ, പെർമിഷൻ വാങ്ങലും ക്രൗഡ് അറേഞ്ച്മെൻറ്റും ഒക്കെ ആയിട്ട് ഞാൻ നല്ല ഓട്ടത്തിലായിരുന്നു. ഷൂട്ടിംഗ് മുടങ്ങിയത് ഓർമ്മയുണ്ട്, കാരണം അന്നത് വലിയ പ്രശ്നമായിരുന്നു. ചേട്ടാ, അന്ന് അഭിനയിക്കാൻ വന്നവരെ ഓർത്തിരിക്കാൻ സാധ്യതയുള്ള ആരെങ്കിലും ഒന്ന് കാണാൻ പറ്റും? കമലായിരുന്നെന്ന് ഭരതേട്ടൻ്റെ അസോസിയേറ്റ്. പുള്ളിയോട് ചോദിച്ചാൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെന്തെങ്കിലും വിവരം തരാൻ പറ്റിയ ഒരാള് ജോൺ പോൾ സാറായിരുന്നു. ജോൺ പോൾ സാറാണെങ്കിൽ മരിച്ചും പോയി. നല്ല മെമ്മറി പവറുള്ള മനുഷ്യനായിരുന്നു. പണിക്കരേട്ടനാണെന്ന് സ്റ്റിൽസ് എടുത്തത്. അതിന്റെ ഫോട്ടോസോ നെഗറ്റീവ്സോ കിട്ടുകയാണെങ്കിൽ അത് ഞാൻ അറേഞ്ച് ചെയ്യാം. ഞാനും ഭരതനും ഒരു യാത്രക്കിടയിൽ പോകുമ്പോൾ വിജു തിരുമല എഴുതിയെന്ന് ഞാൻ കരുതുന്ന ഒരു പാട്ട് ഇങ്ങനെ ഉച്ചഭാഷയിൽ നമ്മുടെ ട്രിപ്പ് കാർഡിലൂടെ ഒഴുകി വന്നത് കേട്ടപ്പോഴാണ് മിഴിയോരം. മിഴിയോരമാണെങ്കിൽ കാതോരമുണ്ടാകാമല്ലോ. കാതിന്റെ അടുത്ത് വന്ന് മന്ത്രിക്കുന്നത് പ്രണയ മന്ത്രത്തിന് കാതോട് കാതോരം. ഈ കാതിൽ നിന്ന് ആ കാതിലേക്കെന്ന് പറയുന്നത് എത്ര ക്ലാരിറ്റിയില് സംസാരിക്കുന്നല്ലേ, നമുക്ക് കണ്ടോട്ട് പറയുന്നില്ല. ആളുടെ പേരും മുഖവും കിട്ടിയിട്ട് അന്വേഷണം അങ്ങ് മുന്നോട്ട് പോകണല്ലോ സാറേ. ഇപ്പൊ കിട്ടിയ രേഖയുടെ കാര്യത്തിലാണെങ്കിൽ മോഹൻദാസ് സാറിനൊരു ഉറപ്പില്ലാത്ത പോലെ. പ്രശസ്ത ഛായാഗ്രാഹകനായ ബാലു മഹേന്ദ്രയ്ക്കൊപ്പം ഞാൻ ചെയ്ത സിനിമ. ഞങ്ങളിത് ആ കാതോട് കാതോര എപ്പിസോഡ് ഒന്നുകൂടെ കാണുമായിരുന്നു. പിന്നെ ഞാൻ സെവൻ ആർട്സിന്റെ ഇന്ന് കുറച്ച് നെഗറ്റീവ്സ് കിട്ടി, അതൊന്ന് ചെക്ക് ചെയ്തു. കാര്യമായിട്ടൊന്നുമില്ല. കാത്തിരുന്നപ്പോൾ ചില ആരാധകർക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് വേണം കരുതാൻ. ഇതോട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്
എന്തേ രാജേന്ദ്രനെ വിളിച്ച ആളുടെ എന്തെങ്കിലും വിവരം കിട്ടിയോ? ആ സാർ, പിന്നെ ആലപ്പുഴ ഭാഗത്തെ ബാറുകൾ കേന്ദ്രീകരിച്ച് നമ്മളൊരു അന്വേഷണം നടത്തുന്നുണ്ട്. ഒന്ന് കാര്യമായിട്ട് നോക്കൂ. കൊലുസിട്ടൊരു കന്യാസ്ത്രീ പെണ്ണ് എന്റെ അടുത്തേക്ക് നടന്നു വന്നത്. None wearing anklet came to us. എന്നോട് ചോദിച്ചവൾ എന്റെ മറുപടി ये शायद वही है. സാർ എന്തിനാണ് ഞങ്ങളുടെ മമ്മൂട്ടിയെ മൊട്ടത്തറയിലാക്കിയത് എന്നൊരൊറ്റ ചോദ്യമാണ് എനിക്ക് തിരിച്ചു പറയാൻ മറുപടി ഒന്നും. കാതോട് കാതോരം സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് എടുക്കാൻ പോകുന്ന സീരിയന്റെ അവസാന മിനുക്കുപണികളിൽ ഞാൻ ഇങ്ങനെ മുഴുകിയിരിക്കുമ്പോഴാണ് കൊലുസിട്ടൊരു കന്യാസ്ത്രീ പെണ്ണ് എന്റെ അടുത്തേക്ക് സാറല്ലേ എന്നോട് ചോദിച്ചവൾ എന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ സാർ എന്തിനാണ് ഞങ്ങളുടെ മമ്മൂട്ടിയെ മൊട്ടത്തറയിലാക്കിയത് എന്നൊരൊറ്റ ചോദ്യമാണ്. സാറാണോ ജോൺ പോൾ? അതെ. സാറാണോ ഞങ്ങൾ മമ്മൂട്ടിയെ കൊണ്ട് മൊട്ടയടിപ്പിച്ചത്? അതേലോ. മോശമായിപ്പോയി സാറേ. തിരിഞ്ഞുള്ള അവളുടെ നടപ്പിനിടയിൽ പാദം മറച്ചുള്ള കന്യാസ്ത്രീ വേഷം അല്പമൊന്നു മാറിയപ്പോൾ ആ പാദസരങ്ങൾ ഒരിക്കൽ കൂടി എന്റെ കണ്ണുകൾക്ക് മുന്നിൽ മിന്നിമറഞ്ഞു. कुछ तो है यार, ये एंकलेट्स के अराउंड ही पूरी स्टोरी घूम रही है. रेखा बहुत ही ज़्यादा मिस्टीरियस है और जैसे वो चलती है, जैसे वो बात करती है ना, और जो उसकी सारे राउंड चीज़ें हैं वो बहुत ज़्यादा मिस्टीरियस है. बिकॉज देखा जाए तो देख एकदम से जाके अब आपको पहली बार एक साइड रोल मिला है और उसके बाद वो जाके सीधा जाके वहाँ पे बोल देती हैं कि भाई आपने मम्मूटी को ऐसे टकला क्यों किया था और बिना फोरहेड के वो बिना बाल के क्यों रखा. अरे वो तो शायद वो स्क्रिप्ट की डिमांड होगी, चीज़ें होती है, हर चीज़ होती है. बट ऑफकोर्स मेरे ख्याल से उनका वो लव भी था मम्मूटी के लिए. बट समझ नहीं आ रहा, बहुत एक मिस्टीरियस कैरेक्टर है ये. मिस्टीरियस कैरेक्टर तो है, पर मुझे वो बहुत ही ज़्यादा एम्बिशियस बहुत ज़्यादा लगती है. एंड उनकी आंखों में दिख रहा था जैसे वो सेट पे इधर उधर आसपास सारी चीज़ें देख रही थी एंड स्माइल कर रही थी. एंड उन्हें ऐसा लग रहा है कि बहुत जल्दी है, मतलब जल्दी से काम करना है, जल्दी से ऊंचाइयों पे पहुंचना है. एंड वो शेव्ड हेड में मे बी उनको मामूटी अच्छे ना लगे हो, इसलिए उनका इनोसेंस भी हो सकता है ना, वो ऐसा बोला हो तो. अब वही है वो चीज़, हम आगे देखते हैं क्या होगा. तो आप लोगों को कैसा लगा ये आप हमें कमेंट सेक्शन में जरूर बताइएगा. तो इसे लाइक करते जाइए, कमेंट करते जाइए, शेयर करते जाइए और सब्सक्राइब करिए. बाय.